ഹലോ ഫ്രണ്ട്സ്, itsmeneethisvlogsന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാലയൊക്കെ അല്ലേ ഈ ഒരാഴ്ച വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പൊങ്കാല പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊങ്കാല പായസമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇതുപോലെ പായസമൊക്കെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഒരുപാട് വൈകിപ്പിക്കേണ്ട. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് പൊങ്കാല പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നാട്ടിലല്ല ഉള്ളത്. ഞാനിപ്പോൾ നിലവിൽ സൗത്ത് ആഫ്രിക്കൻ്റെ ആണുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുള്ള പാത്രം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 250 ml ഒരു കപ്പിനതേ ഈ ഒരു 1/4 കപ്പോളം ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുത്തിപ്പൊടിച്ചിട്ട് വെച്ചിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതേ 250 ml കപ്പിൽ ഞാൻ ഒരു കപ്പ് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, രണ്ടും സെയിം അളവാണ്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ഫുൾ അളവിലാണ് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെമ്പാവരിയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പം ഞാനിപ്പം പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലേശം എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കണ്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ ഒരു ചുമന്ന ടൈപ്പിലുള്ള പനം കൽക്കണ്ടുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ നെയ്യ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്ക് കഴുകി ഒരു പാത്രത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വന്നിട്ട് ഞാൻ ഈ ഒരു കപ്പിന്, അതായത് നമ്മളെടുത്ത അതേ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത്, അതായത് ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിനി ഇതിലേക്ക് അരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെള്ളം കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊങ്കാലയ്ക്ക് സാധാരണ ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾ പൊങ്കാലയ്ക്ക് ഇടുന്ന സമയത്ത് അങ്ങനെ 3 വട്ടം ചുറ്റിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ ഇനി ബാക്കിയുള്ള എല്ലാ അരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അരിയെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെച്ചിട്ട് കൊടുക്കുവാണ്. നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് അടുപ്പിലല്ലേ സാധാരണ പൊങ്കാല ഇടാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ അരിയൊക്കെ ഏകദേശം ആ ഒരു പരുവമായിട്ടുണ്ട്, കാണോ. അപ്പോൾ നമ്മൾ സാധാരണ പൊങ്കാല ഇടുന്ന സമയത്ത് തവി ഇടത്തില്ല. ഈ ഒരു സമയം ശരിക്കും തിളച്ച് തൂകിയതിന് ശേഷം മാത്രമേ നമ്മൾ തവി ഇടത്തുള്ളൂ. അതിന് മുന്നേ നമ്മൾ തവി ഇടത്തില്ല. അപ്പം എനിക്കിപ്പോൾ ഞാൻ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം തിളച്ച് തൂകാനായിട്ട്, ശരിക്കും ഇത് പൊങ്കാലയായിട്ടല്ലല്ലോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പായസം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഗ്യാസിൽ തിളച്ച് തൂകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പൊങ്കാല ഇടുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച് നന്നായിട്ട് തൂകിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് സ്പൂൺ ഇടത്തുള്ളൂ. വെള്ളം തിളച്ച് തൂകിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അരി തിളച്ചോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തവി ഇടുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് തവി ഇടുവാണ്, കാരണം എൻ്റെ പായസത്തിൻ്റെ അരി ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഒരു പായസത്തിൻ്റെ നല്ലൊരു രീതിയിൽ എനിക്കത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ പൊങ്കാലയ്ക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തിളച്ച് തൂകിയതിന് ശേഷം മാത്രമേ അതിലേക്ക് സ്പൂണ് ഇട്ട് കൊടുത്തിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടുത്തെ ശർക്കര നമുക്കില്ല കുറച്ചിങ്ങനെ അലുത്തിരിക്കുന്ന ഒരു തരം ശർക്കര ആയതുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ അളവിന് വേണ്ടി നിങ്ങളെ കാണിക്കാൻ അളവിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഇത്തിരി ഇളകി വരാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇത് ശർക്കരയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഇത്രയും പായസത്തിന് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ജസ്റ്റ് ഇതൊന്ന് അതിലേക്കൊന്ന് ഇളക്കണം.
നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കിവിടെ സാധാരണ തേങ്ങ കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ആ എടുത്ത നമ്മൾ ഇപ്പം അരിയും ശർക്കരയൊക്കെ എടുത്ത് അതേ അളവിൽ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഞാൻ തേങ്ങയും എടുത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും കൂടെ ഒക്കെ ഇടുന്ന സമയത്താണ് കേട്ടോ ശരിക്കും ഇതിങ്ങനെ കുറുകി കിട്ടുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഈ തേങ്ങയും കൂടെ ഒക്കെ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് ആ പായസം കുറുകും. നമുക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരക്കകത്ത് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണം പായസത്തിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് കേട്ടോ ഈ പൊങ്കാല പായസം. പ്രത്യേകിച്ച് അരിപ്പായസവും ഇതിൻ്റെ ശർക്കര പായസവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ആഡ് ചെയ്യണം, പിന്നെ അതുപോലെ നെയ്യ് ആഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ ഇപ്പോൾ ശരിക്കും ഒരു സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ പഴം നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഞാൻ ഇപ്പം ഇതുപോലെ അളവിലുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി. കാരണം ഞങ്ങൾക്കിവിടെ പഴം എടുക്കുന്നത് പൊതുവെ വലിയ ഇഷ്ടമാണ് പായസത്തിനകത്ത്, അതും പ്രത്യേകിച്ച് ഈ അരിപ്പായസത്തിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിങ്ങനെ നടുകെ കീറി നമുക്കിടാം. നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ കീറി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാൽ മതി. ഒരു പഴം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പഴവും കൂടെ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ആകെ കിട്ടുന്ന ഈ ഒരു പഴവേ ഉള്ളൂ നമുക്കിവിടെ. എന്ത് കാര്യത്തിനും ഇത് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിവിടെ നമ്മൾ പഴം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ നമുക്ക് ഇതിലേക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഴവും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിലിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് നെയ്യ് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 2 സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരത്തിന് കുറച്ചും കൂടെ അളവ് കൂടുതൽ വേണം. അതായത് നമ്മളിപ്പോൾ ശർക്കരയാണല്ലോ എടുത്തത്. അപ്പം ശർക്കരയുടെ മധുരം കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ശർക്കര എടുത്താൽ മതി. ഞങ്ങൾക്കിവിടെ ഒരുപാട് മധുരം വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ 1 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര തന്നെ എടുത്തത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കണ്ടമാണ്. അപ്പോൾ നമ്മൾ കൽക്കണ്ടവും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇല വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് സാധാരണ പൊങ്കാലയ്ക്ക് ചെയ്യാറുള്ളത്. പിന്നെ അമ്പലത്തിൽ നിന്ന് അവർ വന്ന് നീതിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മളത് തുറക്കുന്നത്. അതിന് ശേഷം നമുക്ക് എല്ലാവരും അമ്പലത്തിൽ ഈ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് സാധാരണ എല്ലാവരും വീട്ടിൽ പോകുന്നതാണ് അങ്ങനെ. അപ്പം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് ഒക്കെ വേവിച്ചതിന് ശേഷം അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം എങ്ങനെ ഉണ്ടോയെന്ന് കാണാം. അപ്പോൾ നമ്മുടെ പൊങ്കാല പായസമൊക്കെ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി നേരം ഇരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇരുന്ന് കുറുകും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കാര്യങ്ങളും ഒന്നും കൂടുതലല്ല, കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു ഇലയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പൊങ്കാല പായസം കഴിക്കുന്ന ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരു ഇലയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു
പായസമാണ്. അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് ഈ ഒരു രീതിയിൽ പായസം വെച്ച് നോക്കുക. എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ദേവിക്ക് പായസം വെക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പ്ലീസ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പിയിലേ നമ്മൾ കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഹാപ്പി പൊങ്കാല.